നമസ്കാരം. അസാധാരണമായ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്ന നിരവധി സംഭവങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അത്തരമൊരു സംഭവം ഇന്നലെ ആലപ്പുഴ ജില്ലയിലെ വാടക്കലിൽ നടന്നു. അമ്മയുടെ കാമുകനെ, അങ്ങനെ പറയാമോ എന്നറിയില്ല, അതുകൊണ്ട് കുറച്ച് പരിഷ്കരിച്ച് പറയാം, അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ചു കൊന്നു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 15-ാം വാർഡിൽ കണ്ണങ്കാട്ട് വേളിയിൽ 53 വയസ്സുള്ള ദിനേശനാണ് കൊല്ലപ്പെട്ടത്. ആ മകനെ, കൊല്ലപ്പെട്ട ദിനേശൻ്റെ പെൺസുഹൃത്തിൻ്റെ മകൻ കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ അവനെ നാട്ടുകാരിൽ ഒരാൾ മർദ്ദിക്കുകയും പോലീസ് അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ സംഭവത്തിൽ കിരൺ എന്ന ആ മകനെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും നിയമത്തിന് മുന്നിൽ അവൻ കുറ്റവാളിയാകുമ്പോഴും അവൻ്റെ നിസ്സഹായമായ നിർവികാരമായ മുഖം വേദനയുണ്ടാക്കുന്നത് തന്നെയാണ്. എന്താണ് അവൻ ചെയ്ത തെറ്റ്? അവൻ്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? നിയമത്തിന് മുന്നിൽ അവനാണ് കുറ്റവാളിയെങ്കിലും ഈ സംഭവത്തിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി? പ്രായപൂർത്തിയായ മകനും സ്വന്തം ഭർത്താവും വീട്ടിലുള്ളപ്പോൾ കാമുകനെ വിളിച്ചു വരുത്തുന്നവളെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നിയമം കനിഞ്ഞു നൽകിയിട്ടുണ്ട്. ഈ സ്ത്രീക്ക് വേണമെങ്കിൽ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താതെ മറ്റു വഴികൾ തേടാമായിരുന്നു. അതവർ ചെയ്തില്ല. ഇന്ന് പുറത്തു വരുന്ന വിവരം കിരൺ എന്ന ഈ മകൻ മരിച്ച ദിനേശനെ മുമ്പും കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് രാത്രിയിൽ കിരണിൻ്റെ വീട്ടിലെത്തിയ ദിനേശനെ വൈദ്യുതി കമ്പി മുറ്റത്തിട്ട് ഷോക്കടിപ്പിക്കാൻ കിരൺ ശ്രമിച്ചിരുന്നു. പക്ഷേ അന്നിയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. മുമ്പ് കിരൺ ദിനേശനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ദിനേശൻ്റെ അയൽവാസിയാണ് കിരൺ. ഇതൊരു കൊലപാതകമാണെന്ന് ആദ്യം ആരും തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ദിനേശൻ്റെ ശവസംസ്കാര ചടങ്ങുകളിൽ സജീവമായി തന്നെ കിരണും ഉണ്ടായിരുന്നു. ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ദിനേശൻ്റെ മൃതദേഹം കിരണും അച്ഛൻ കുഞ്ഞുമോനും ചേർന്ന് ദൂരെയുള്ള വയലിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. കൊലപാതക വിവരം മറച്ചുവെച്ചതിനും തെളിവുകൾ നശിപ്പിക്കുന്നതിനും കിരണിൻ്റെ അമ്മ, അതായത് കൊല്ലപ്പെട്ട ദിനേശൻ്റെ പെൺസുഹൃത്തായ അശ്വമ്മയും കേസിൽ പ്രതിയാണ്. 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിയമത്തിൻ്റെ മുന്നിൽ അവരൊക്കെ പ്രതികളാണെങ്കിലും യഥാർത്ഥത്തിൽ തെറ്റുകാരി കിരണിൻ്റെ അമ്മയായ അശ്വമ്മ തന്നെയാണ്. സ്വന്തം ഭർത്താവും മകനുമുള്ള വീട്ടിലേക്ക് മറ്റൊരാളെ വിളിച്ചു വരുത്തി അരുതാത്ത ബന്ധം നടത്തുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഒരു മകനും അത് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രകോപിതരായി നടത്തുന്ന കൊലപാതകങ്ങളുണ്ട്. പക്ഷേ കിരൺ ആസൂത്രിതമായിട്ടാണ് അത് ചെയ്തത്. അത് അയാൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം. സ്വന്തം അമ്മ കാരണമാണ് അയാൾക്കത് സംഭവിച്ചത്. ഇനി അയാളുടെ ഭാവി എന്തായിരിക്കും? ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളല്ല കിരൺ. കാണാൻ പാടില്ലാത്തത് കണ്ട് സഹികെട്ട് അയാളത് ചെയ്തതാകണം. ഇന്നലെ തെളിവെടുപ്പിനായി പോലീസ് അയാളെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. ഇനി എത്ര ദിവസം അയാൾ റിമാൻഡിൽ കഴിയണം? എത്ര തവണ കോടതി കയറി ഇറങ്ങണം? ആരുടെയെല്ലാം മുന്നിൽ തലകുനിക്കണം? എത്ര രൂപ ചെലവാക്കണം? എത്ര പേരുടെ പരിഹാസം കേൾക്കണം? വർഷങ്ങൾ നീളുന്ന വിചാരണയ്ക്ക് ശേഷം കോടതി വെറുതെ വിട്ടാൽ തന്നെ ഈ ജന്മം മുഴുവൻ അയാളൊരു കൊലപാതകയായി സമൂഹത്തിന് മുന്നിൽ ജീവിക്കേണ്ടി വരും. ആരാണ് ഇതിന് ഉത്തരവാദി? അശ്വമ്മ എന്ന ഈ കിരണിൻ്റെ അമ്മ തന്നെയാണ് ഇതിന് ഉത്തരവാദി.